പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണെന്ന് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി HCF ഓഫ് ദി സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ആൻഡ് ദി സ്മോളസ്റ്റ് പ്രൈം നമ്പർ? സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? 4 ആണ് അല്ലേ. കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ഉം ആ നമ്പറും അല്ലാതെ വേറൊരു ഫാക്ടറെങ്കിലും ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുക. സോ 4 ആണ് സ്മോളസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ. ഇനി സ്മോളസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 2 ആണ്. ഇനി ഈ 4ൻ്റെയും 2ൻ്റെയും HCF ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. HCF ഓഫ് 4 and 2 ദാറ്റ്സ് ഈക്വൽ ടു 4നെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 2 into 2 ദാറ്റ്സ് ഈക്വൽ ടു 2 സ്ക്വയർ. പിന്നെയുള്ള നമ്പർ 2. ഇപ്പം നമ്മൾ പ്രൈം ഫാക്ടറൈസ് ചെയ്തു. ഇനി HCF എങ്ങനെയാണ് കണ്ടുപിടിക്കുക? രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പ്രൈം നമ്പർ ഏതാണെന്ന് നോക്കാം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്നത് 2 ആണ്. അത് എഴുതി. ഇനി അതിൻ്റെ ലോവസ്റ്റ് പവർ, ഒരെണ്ണത്തിൽ 2 ആണ്, ഒരെണ്ണത്തിൽ 1 ആണ്. ദാറ്റ് ഈസ് 2 power 1. അതായത് നമുക്ക് എന്ത് കിട്ടി? HCF ഓഫ് 4 and 2 എന്ന് പറയുന്നത് 2 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2 പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് P and Q can be expressed as P equal to AB cube and Q equal to A cube B, where A and B are prime numbers. What is the LCM of P and Q? ഇവിടെ നമുക്ക് LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. P എന്ന് പറയുന്നത് എന്താണ്? A B cube, Q is equal to A cube B. ഇവിടെ എയും ബിയും പ്രൈം നമ്പേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് പിനും ക്യൂനും പ്രൈം ഫാക്ടറൈസ് ചെയ്തിട്ടുള്ള ഫോമിലാണ് തന്നിരിക്കുന്നത്. A into B cube, Q equal to A cube B. ഇനി നമ്മൾ നേരിട്ട് LCM കണ്ടുപിടിച്ചാൽ മതി. LCM ഓഫ് P and Q is equal to, LCM എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രൈം ഫാക്ടറൈസ് ചെയ്തതിൽ നിന്ന് നമ്മൾ LCM കണ്ടുപിടിക്കുമ്പോൾ ഏതൊക്കെ പ്രൈം നമ്പേഴ്സ് ആണോ വന്നിരിക്കുന്നത് അതെല്ലാം എഴുതണം. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പ്രൈം നമ്പേഴ്സ് എയും ബിയുമാണ്. ഇനി ഈ പ്രൈം നമ്പേഴ്സിന്റെ ഹയസ്റ്റ് പവർ ആണ് എഴുതേണ്ടത്. ഇവിടെ A power 1 ഉണ്ട്, A power 3 ഉണ്ട്. ദാറ്റ് ഈസ് A power 3 ഇൻറ്റു, ഇനി ബിയുടെ ഹയസ്റ്റ് പവർ ഏതാണ്? ബിയുടെ ഇവിടെ 3 ഉണ്ട്, 1 ഉണ്ട്. ഹയസ്റ്റ് പവർ 3 ആണ്. സോ LCM ഓഫ് P and Q ഈസ് ഈക്വൽ ടു A cube ഇൻറ്റു B cube. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി സം ഓഫ് ദി സീറോസ് ഓഫ് ദി ക്വാഡ്രാറ്റിക് പോളിനോമിയൽ kx square plus 2x plus 3k is equal to the product of its 0, then find the value of k. ക്വസ്റ്റ്യനിൽ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ തന്നിട്ടുണ്ട്. kx square plus 2x plus 3k. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സം ഓഫ് സീറോസും പ്രോഡക്റ്റ് ഓഫ് സീറോസും ഈക്വൽ ആണെന്നാണ്. ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താണ്? ax square plus bx plus c. ഇനി ഇതിൽ സം ഓഫ് സീറോസ് എന്ന് പറയുന്നത് എന്താണ്? നെഗറ്റീവ് b by a ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ c by a. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോളിനോമിയലിൽ നെഗറ്റീവ് b by a എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് 2 by k. ഇവിടുത്തെ b 2, a എന്ന് പറയുന്നത് k. ഇനി ദിസ് ഈസ് ഈക്വൽ ടു c by a. ഇവിടുത്തെ c എന്ന് പറയുന്നത് എന്താണ്? 3k by a എന്ന് പറയുന്നത് k. ഇത് നമുക്ക് എന്ത് കിട്ടും? കെയും കെയും ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയി പോവും. ദാറ്റ് ഈസ് മൈനസ് 2 by k ഈക്വൽ ടു 3, വിച്ച് ഇംപ്ലൈസ് k ഈക്വൽ ടു നെഗറ്റീവ് 2 by 3. കെനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്കും 3നെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും കൊണ്ടുവന്നു. സോ നമുക്ക് എന്ത് കിട്ടി? k ഈക്വൽ ടു നെഗറ്റീവ് 2 by 3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി ഏരിയാസ് ഓഫ് 3 adjacent faces of a cuboid are x, y and z respectively, then find the volume of cuboid in terms of x, y and z. ഇപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഒരു ക്യൂബോയിഡിൻ്റെ 3 ഫേസസിൻ്റെ ഏരിയ ആണ്, എക്സ്, വൈ ആൻഡ് ഇസഡ്. ഇപ്പോൾ ക്യൂബോയിഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് ഇത് എച്ച്, ഇത് എൽ, ദെൻ ഇത് ബി, ഇങ്ങനെ എടുക്കാം. ഇവിടെ ഒരു ഫേസിൻ്റെ ഏരിയ എക്സ്, ഒരു ഫേസിൻ്റെ വൈ, ഒരു ഫേസിൻ്റെ സെഡ്. ഇനി ഫസ്റ്റ് നമുക്ക് ഈ ഫേസ് കൺസിഡർ ചെയ്യാം. എച്ചും എല്ലും ഡയമെൻഷൻസ് വരുന്ന ഈ ഫേസിൻ്റെ ഏരിയ എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ഇൻറ്റു എൽ അല്ലേ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ കാണുള്ള ഇക്വേഷൻ. ഇനി വൈ ഈക്വൽ ടു, ഇനി എല്ലും ബിയും ഡയമെൻഷൻസ് വരുന്ന ഈ ഫേസിൻ്റെ ഏരിയ എന്തായിരിക്കും? എൽ ഇൻറ്റു ബി. നെക്സ്റ്റ് ബിയും എച്ചും ഡയമെൻഷൻസ് വരുന്ന ഈ ഫേസിൻ്റെ ഏരിയ ബി ഇൻറ്റു എച്ച്. ഇനി എക്സും വൈയും സെഡും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സിന് പകരം നമുക്ക് എച്ച് എൽ എന്ന് എഴുതാം ഇൻറ്റു
വൈക്ക് പകരം LB, സെഡിന് പകരം BH. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓരോന്നും 2 ടൈംസ് ആണ്. L into L, L square, B into B, B square, H into H, H square. അതായത് ഇതിന് നമുക്ക് XYZ is equal to LBH whole square എന്ന് എഴുതാം. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? which implies LBH is equal to square root of XYZ. LBH എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ക്യൂബോയിഡിന്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ L into B into H ആണ്. എന്ത് കിട്ടി? സ്ക്വയർ റൂട്ട് ഓഫ് XYZ. ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരുന്നത് ക്യൂബോയിഡിന്റെ വോളിയം XY ആൻഡ് സെഡിന്റെ ടേംസിൽ കണ്ടുപിടിക്കാനാണ്. സോ LBH is equal to root of XYZ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, വോളിയം ഓഫ് ദി ക്യൂബോയിഡ് is equal to square root of XYZ. Next question, if the mean of a data is 27 and its median is 33, then find the mode. മീനും മീഡിയനും തന്നിട്ടുണ്ടെങ്കിൽ മോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. ഫോർമുലയിൽ നേരിട്ട് അപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു മീഡിയൻ എന്ന് പറയുന്നത് 33 മൈനസ് 2 ഇൻറ്റു മീൻ എന്ന് പറയുന്നത് എത്രയാണ്? 27. ദാറ്റ്സ് ഈക്വൽ ടു 3 ഇൻറ്റു 33 എന്ന് പറഞ്ഞാൽ 99 മൈനസ് 2 ഇൻറ്റു 27 54. 99 മൈനസ് 54 ഈസ് ഈക്വൽ ടു 45. So mode equal to 45. Next question, a ladder leaning against a wall makes an angle of 60 degree with the horizontal. If the foot of the ladder is 2.5 meter away from the wall, find the length of the ladder. ക്വസ്റ്റ്യനിൽ പറയുന്നത് ഒരു ലാഡർ വാളിൽ ഇങ്ങനെ ചാരി വെച്ചിരിക്കുകയാണ്. ലാഡറും വാളും തമ്മിൽ താഴെയുള്ള ഡിസ്റ്റൻസ് 2.5 മീറ്റർ ആണ്. ഈ ആംഗിള് 60 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ലാഡറിന്റെ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആംഗിൾ തന്നിട്ടുണ്ട്, ആ ആംഗിളിന്റെ അഡ്ജസന്റ് സൈഡിന്റെ ലെങ്ത്തും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് ലാഡറിന്റെ ലെങ്ത് ആണ്. അതായത് ഇത് ട്രയാംഗിൾ ആയിട്ട് ഫോം ചെയ്യുമ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അഡ്ജസന്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും വരണം. അതിനായിട്ട് നമ്മൾ എന്തെടുക്കണം? കോസ് 60 ഡിഗ്രി ഇസ് ഈക്വൽ ടു, കോസ് 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ദാറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് BC ബൈ ഹൈപ്പോട്ടന്യൂസ് വരുന്നത് AC. BC ബൈ AC എന്ന് പറയുമ്പോൾ 2.5 ബൈ ക്വസ്റ്റ്യനിൽ ലാഡറിന്റെ ലെങ്ത് L എന്നാണ് തന്നിരിക്കുന്നത്. സോ നമ്മളത് അങ്ങനെ എഴുതി. ഇനി കോസ് 60 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. അപ്പോൾ നമുക്ക് കിട്ടി 1/2 ഈക്വൽ ടു 2.5 ഡിവൈഡഡ് ബൈ L. ഇത് നമുക്ക് L എത്ര കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു L ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2.5. which implies L equal to 2 into 2.5 multiply ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 5 meter. നെക്സ്റ്റ് സെയിം മോഡൽ വേറെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ സ്ട്രിംഗ് ടൈഡ് ടു എ കൈറ്റ് ഫ്ലൈയിങ് അറ്റ് എ ഹൈറ്റ് ഓഫ് 100 meter ആൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് എലിവേഷൻ 30 degree. ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് സ്ട്രിങ്ങിന്റെ ലെങ്ത് ആണ്. അത് ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ആംഗിൾ 30 ഡിഗ്രി ആണെന്നും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് 100 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. സോ നമ്മൾ എന്ത് എഴുതണം? സൈൻ 30 is equal to, സൈൻ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ്, ദാറ്റ് ഈസ് AC ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? AB. AC എന്ന് പറയുന്നത് 100 മീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ AB എന്ന് പറയുന്നത് X, അതാണ് സ്ട്രിങ്ങിന്റെ ലെങ്ത്. ഇനി സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? X ഈക്വൽ ടു 2 ഇൻറ്റു 100, ദാറ്റ്സ് ഈക്വൽ ടു 200 മീറ്റർ. Next question, out of 200 bulbs in a box, 12 bulbs are defective. One bulb is taken out at random from the box. What is the probability that the drawn bulb is not defective? ഇപ്പോൾ ഒരു ബോക്സിൽ 200 ബൾബ്സ് ഉണ്ട്, അതിൽ 12 ബൾബ്സ് ഡിഫക്റ്റീവ് ആണ്. ഇന്ന് റാൻഡമായിട്ട് ഒരു ബൾബ് എടുത്തു കഴിഞ്ഞാൽ നോട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ബൾബ്സ് എത്രയാണ്? 200 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബൾബ്സ് ഈക്വൽ ടു 200. ഇനി 12 ബൾബ്സ് ഡിഫക്റ്റീവ് ആണ്. സോ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബൾബ്സ് ഈസ് ഈക്വൽ ടു 12. അങ്ങനെയാണെങ്കിൽ നോട്ട് ഡിഫക്റ്റീവ് ബൾബ്സിന്റെ നമ്പർ എത്രയായിരിക്കും? 200ൽ നിന്ന് 12 ലെസ് ചെയ്യണം. സോ നമുക്ക് നോക്കാം.
Number of not defective bulbs equal to 200 minus 12, that is 188. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1 bulb is taken out at random from the box. What is the probability that the drawn bulb is not defective? നമ്മൾ ആ ബോക്സിൽ നിന്ന് ഒരു ബൾബ് എടുക്കുകയാണെങ്കിൽ അത് നോട്ട് ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് നോട്ട് ഡിഫക്റ്റീവ് ബൾബ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബൾബ്സ്. നമ്പർ ഓഫ് നോട്ട് ഡിഫക്റ്റീവ് ബൾബ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 188 ആണ്. 188 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബൾബ്സ് എന്ന് പറയുന്നത് 200. 188 by 200 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് ആൻസർ കിട്ടും? 47 ഡിവൈഡഡ് ബൈ 50. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 47 ഡിവൈഡഡ് ബൈ 50. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? 47 ഡിവൈഡഡ് ബൈ 50. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോക്സ് കണ്ടെയ്ൻസ് 25 cards numbered from 1 to 25. A card is drawn at random from the box. Find the probability that the number on the drawn card is divisible by 2 or 3. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ബോക്സിനകത്ത് 1 തുടങ്ങിയിട്ട് 25 വരെ നമ്പേഴ്സ് എഴുതിയിട്ടുള്ള 25 കാർഡ്സ് ഉണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് കാർഡ്സ് ഈസ് ഈക്വൽ ടു 25. ഈ 25 കാർഡ്സിൽ 1 തുടങ്ങി 25 വരെയുള്ള നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാർഡ് നമ്മൾ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്ന നമ്പർ 2 കൊണ്ടോ 3 കൊണ്ടോ ഡിവിസിബിൾ ആവാനുള്ള പ്രോബബിലിറ്റിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 25 വരെയുള്ള നമ്പേഴ്സിൽ 2 കൊണ്ടോ 3 കൊണ്ടോ ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 പറ്റില്ല, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, 4 2 കൊണ്ട് ഡിവിസിബിൾ ആണ്, 5 പറ്റില്ല, 6 2 കൊണ്ടും 3 കൊണ്ടും ഡിവിസിബിൾ ആണ്. അങ്ങനെ ഉള്ള നമ്പേഴ്സ് 25-നകത്തുള്ള നമ്പേഴ്സ് എഴുതാം. ഇനി 6 കഴിഞ്ഞാൽ ഏതാണ്? 8 9 10 12 14 15 16 18 20 21 22 and 24. ഇത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ ഒരു 16 നമ്പേഴ്സ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്രയാണ്? 16 ആണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ദാറ്റ് ദ നമ്പർ ഓൺ ദി ഡ്രോൺ കാർഡ് ഈസ് ഡിവിസിബിൾ ബൈ 2 or 3. 25-ൽ 16 നമ്പേഴ്സ് 2 കൊണ്ടോ അല്ലെങ്കിൽ 3 കൊണ്ടോ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എഴുതാം പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ നമ്പർ ഡിവിസിബിൾ ബൈ 2 or 3 is equal to number of favorable outcomes എന്ന് പറയുന്നത് 16 ആണ്. ടോട്ടൽ നമ്പർ എത്രയാണ്? 25 ആണ്. That is 16 by 25. Next question. What is the probability that an ordinary year has 53 Tuesday? ഒരു ഓർഡിനറി ഇയറിൽ 53 ട്യൂസ്ഡേ വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെയിം ക്വസ്റ്റ്യൻ തന്നെ സൺഡേയോ മൺഡേയോ ഏത് ഡേ വേണമെങ്കിലും ചോദിക്കാം. എല്ലാം സെയിം തന്നെയാണ്. എങ്ങനെയാണ് ചെയ്യുക? ഒരു ഓർഡിനറി ഇയർ എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഡേയ്സ് ഉണ്ട്? 365 ഡേയ്സ് ഉണ്ട്. നമുക്ക് ഇങ്ങനെ എഴുതാം. ഓർഡിനറി ഇയർ ഹാസ് 365 ഡേയ്സ്. 365 ഡേയ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര വീക്ക് ഉണ്ടായിരിക്കും? ദാറ്റ് ഈസ് 52 വീക്സ്. 52 വീക്സ് എന്ന് പറഞ്ഞാൽ 52 × 7, അതായത് 364 ഡേയ്സ് ആയിട്ടുള്ളൂ. പിന്നെ ഒരു ഡേ കൂടെ ബാക്കിയുണ്ട്. ദാറ്റ് ഈസ് 1 ഡേ. 52 വീക്സ് എന്ന് പറഞ്ഞാൽ 364 ഡേയ്സ് ആണ്. 52 × 7 ഈസ് ഈക്വൽ ടു 364. പിന്നെ 365 ആവാൻ അതിൽ ഒരു ദിവസം കൂടെ ബാക്കിയുണ്ട്. സോ 365 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 52 വീക്സ് ആൻഡ് 1 ഡേ. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 53 ട്യൂസ്ഡേ വരാനുള്ള പ്രോബബിലിറ്റിയാണ്. 52 വീക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി 52 ട്യൂസ്ഡേ വന്നു കഴിഞ്ഞു. ഇനി ഈ ഒരു ദിവസം കൂടിയുള്ളത് ട്യൂസ്ഡേ ആവാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വീക്കിലെ 7 ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ആകാം. ക്വസ്റ്റ്യൻ നമ്മളോട് ട്യൂസ്ഡേ ചോദിച്ചത് കൊണ്ട് ഈ ദിവസം ട്യൂസ്ഡേ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 7 ദിവസത്തിൽ ഏത് ദിവസം വേണമെങ്കിലും ആകാം. ട്യൂസ്ഡേ എന്ന് പറയുന്നത് അതിലൊരു ദിവസമാണ് അല്ലേ? ദാറ്റ് ഈസ് ആ ദിവസം ട്യൂസ്ഡേ ആവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/7 ആണ്. അതായത് ഒരു ഓർഡിനറി ഇയറിൽ 53 ട്യൂസ്ഡേ വരണമെങ്കിലുള്ള പ്രോബബിലിറ്റി എത്രയാണ്? സെയിം തന്നെയാണ്, 1/7. 52 വീക്സ് എല്ലാ കേസിലും സെയിം ആണ്. പിന്നെ ഈ ഒരു ദിവസത്തിന്റെ കേസിലാണ് പ്രോബബിലിറ്റി നമ്മൾ നിശ്ചയിക്കുക. നമുക്ക് എഴുതാം 53 ട്യൂസ്ഡേ വരാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1/7. ഇനി ഈ ക്വസ്റ്റ്യനിൽ ട്യൂസ്ഡേക്ക് പകരം ഏത് ഡേ ചോദിച്ചാലും 53 സൺഡേ 53 മൺഡേ ഏത് ചോദിച്ചാലും അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/7 ആയിരിക്കും.